ഇങ്ങനെ ഒരു മുടി വെട്ടാനായിട്ട് പോയി. ഒരു പഞ്ചാബിയുടെ കടയിലാണ്. പഞ്ചാബിയുടെ കടയിൽ മുടി വെട്ടാൻ പോയി. മുടിയൊക്കെ പുതിയ സ്റ്റൈലിൽ വെട്ടാനായിട്ട് പറഞ്ഞതാണ്. അങ്ങനെ പുള്ളി അവിടെ വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് വെട്ടിത്തരുന്നൊരു യുപിക്കാരനാണ്. അപ്പോൾ അവിടെ വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പഞ്ചാബികളും പാകിസ്ഥാനികളും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം വെട്ടിക്കൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു എന്താന്ന്. ഞാൻ പറഞ്ഞത് യൂട്യൂബിലിടാനാണ്. അപ്പോൾ ചാനലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ചാനലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. തള്ളിയങ്ങ് മറിച്ച്. ഞാൻ പറഞ്ഞു ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവരെ തന്നെ ഫോൺ എടുത്തിട്ട് ഞാൻ അതിൽ കുറേയൊക്കെ ഫോളോ ചെയ്തു. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഇതിൽ വീഡിയോ വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വീഡിയോ വരും, ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇല്ല കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ 2-3 പേര് വന്ന് മൊബൈലൊക്കെ എടുത്ത് സെർച്ച് ചെയ്തൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ചിലവർക്ക് കിട്ടി, ചിലവർക്ക് കിട്ടിയില്ല. അപ്പോൾ കുഴപ്പമില്ല, കിട്ടിയവർക്ക് ഫോളോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒന്ന് നിൽക്കുന്ന പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ അവിടെ നിന്നിട്ട് മൊബൈലെടുത്തിട്ട് ഒന്ന് നോക്കി അതിൽ കിട്ടുമില്ല എന്നൊക്കെ. അങ്ങനെ പുള്ളിക്കാരൻ്റെ അതിൽ കിട്ടിയില്ല, ബാക്കി 2-3 പേരിൽ കിട്ടി. അങ്ങനെ പുള്ളി സിനിമയിൽ വരുന്ന കണക്ക് പറയുന്നത് കേട്ട് പുള്ളി യൂട്യൂബിലൊക്കെ വരുമോ? വരും. അങ്ങനെ പുള്ളിയുടെ മുഖം അതിൽ കാണാനില്ലെന്നും പറഞ്ഞൊക്കെയാണ് പുള്ളി അങ്ങനെ മൊബൈലൊക്കെ എടുത്ത് നമ്മളെ ചാനലിൻ്റെ പേര് വളയത്തെ സ്നേഹിച്ചാണെന്നൊക്കെ ഞാനിങ്ങനെ അടിച്ചു കൊടുത്തിട്ട് അതൊരു പുള്ളിയുടെ ഇതിൽ വരുന്നില്ല. അതെന്താ സംഭവം എന്നറിയത്തില്ല. ബാക്കി എല്ലാവരും ഇതിലും വരുന്നുണ്ട്. പുള്ളി ഡ്രൈവറാണ്. അങ്ങനെ കുറേ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. അങ്ങനെ അടുത്ത 2-3 എല്ലാം പാകിസ്ഥാനി ആൾക്കാരാണ്, അല്ല പഞ്ചാബി ആൾക്കാരാണ്. അങ്ങനെ കുറേ നോക്കി അവസാനം പരാജയപ്പെട്ട് കിട്ടിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ അടുത്ത് നിന്ന് ഒരാൾ മൊബൈലും പൊക്കി പിടിച്ചോണ്ട് വന്നു. അങ്ങനെ പിന്നെ അതിലടിച്ച് നോക്കിയപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നമ്മളെ ഞാൻ ചെയ്ത വീഡിയോകളൊക്കെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഈ പുള്ളിയാന്ന് തോന്നുന്നു. അങ്ങനെ ഈ പുള്ളിയുടെ അതിൽ വീഡിയോകളൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ പിന്നെ ആ പുള്ളി അത് സബ്സ്ക്രൈബ് ചെയ്ത് ഇവർ ചോദിക്കുന്നത് വേറെ എന്തോ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്കല്ലേ അറിയത്തില്ല, ആപ്പാട് 10-200 ഫോളോവേഴ്സേ ഉള്ളെന്ന്. ഇവരൊക്കെ വിചാരിച്ച് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും മുടി വെട്ടുന്നതിൻ്റെ ഇടയിൽ തന്നെ ഈ പരിപാടിയും കൂടി അങ്ങ് സൈഡിൽ കൂടി നടന്നു. പക്ഷെ മുടി വെട്ടിയുണ്ടല്ലോ, ആ പുള്ളിക്കാരൻ നല്ല അടിപൊളിയായിട്ടാണ് വെട്ടി തന്നേക്കുന്നത്. ഞാൻ പലയിടത്തും പോയി മുടി വെട്ടാൻ പോയിട്ടുണ്ട്. പക്ഷേ എനിക്കിവിടെ എന്തോ ഭയങ്കര സെറ്റപ്പായിട്ട് അളിയെ ചെയ്തൊക്കെ തന്നു. ഞാൻ ആ മുടി വെട്ടുന്ന ശ്രദ്ധിക്കുന്നേ ഇല്ല. ഞാൻ ഈ ചാനലിൽ ഒരു സബ്സ്ക്രൈബറും കൂടി കിട്ടുമല്ലോ എന്നും പറഞ്ഞാണ് നോക്കുന്നത്. പക്ഷേ പുള്ളിയുടെ അതിൽ കിട്ടുന്നില്ല. അത് വേറെ 2-3 പേര് വീണ്ടും പുള്ളി മൊബൈലും കൊണ്ട് തരുവാണ് നമ്മളെ കയ്യിൽ. അങ്ങനെ പിന്നെ കിട്ടിയിട്ടില്ല, പുള്ളിയുടെ അതിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ വേറെ 2-3 പേര് ഇതിൽ കിട്ടി. അപ്പോൾ എത്ര ശ്രമിച്ചിട്ടും പുള്ളിയുടെ അതിൽ കിട്ടുന്നില്ല. അതിന് പുള്ളിയുടെ മൊബൈലിൻ്റെ കുഴപ്പമാണോ ഇനി നമ്മളെ ചാനലിൻ്റെ കുഴപ്പമാണോ എന്ന് കറക്റ്റായിട്ട് അറിയാൻ വയ്യ. എന്തായാലും കുറേ ശ്രമിച്ച് നോക്കി. പുള്ളി ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്, ഇപ്പം കിട്ടുമെന്നും പറഞ്ഞിട്ട്. എവിടെ നിന്ന് ഇതിപ്പോൾ ഈ പറയുന്ന ഈ 2 പേരല്ല, ഇനിയും ആൾക്കാർ വേറെ വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ വന്നു. അവർ വിചാരിച്ചെന്തോ വലിയ സംഭവം എന്നും പറഞ്ഞൊക്കെയാണ്. കേട്ടോ പുള്ളി വീണ്ടും കൊണ്ട് തരുന്നു. അവസാനം നമുക്ക് തന്നെ ഒരിതായി, എന്ത് കട ഇത്. മുടി വെട്ടാൻ വന്ന് ചുമ്മാ ഒരു വീഡിയോ എടുക്കുകയും ചെയ്ത്. വീഡിയോ എടുത്തപ്പോഴത്തേക്ക് താണ്ട ആൾക്കാരെല്ലാം കൂടി. ഇത് നമുക്കൊരു യുപിക്കാരനാണ് ഇത് മുടി വെട്ടി തരുന്നത്. ഇതിവിടെയാണ്, മഫ്രക്ക എന്ന് പറയുന്ന സ്ഥലമാണ്, അബുദാബിയിലാണ്. അബുദാബിയിൽ ഞാനവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അടുത്തൊരു മുടി വെട്ട് കടയുണ്ട്. അവിടെയാണ് പോയി മുടി വെട്ടാനായിട്ട് ഇരുന്നത്. ഇപ്പം 2ാമത്തെ വട്ടമാണ് ഞാനവിടെ മുടി വെട്ടുന്നത് തന്നെ. ആദ്യത്തെ വട്ടം മുടി വെട്ടിയപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം കൊള്ളാം. അങ്ങനെ അതുകൊണ്ടാണ് പിന്നെ 2ാമത് അവിടെ പോയി വെട്ടുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കാണ് ഇന്നണൊക്കെ സംഭവങ്ങൾ കുറേ ഇതുണ്ട്. പിന്നെ ഒരു ഇതിൽ നമുക്കൊരു ആശ്വാസം, ഒരാളെങ്കിലും കൂടുന്നെങ്കിൽ കൂടട്ടെന്നും പറഞ്ഞ് ഇങ്ങനെ
ചുമ്മാ ഇവിടെ ഇരുന്ന് മൊബൈലും പിടിച്ച് വെച്ചോണ്ടിരിക്കുന്നത്. പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് പിന്നെ കറക്റ്റായിട്ട് മൊത്തം ഹിന്ദി അറിയാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കുറച്ച് ഹിന്ദിയിലൊക്കെ ഞാനും അറിയാവുന്ന ഹിന്ദിയിലൊക്കെ ഞാനും തട്ടിവിട്ട്. ഈ മുടിയില്ലാത്ത മുടിയിൽ വെട്ടാൻ എവിടെയാണെന്ന് ആരാണ്ടൊക്കെ ചോദിച്ചല്ലേ, അതിൻ്റെ ഏതാണ്ടാ ഇപ്പം കണ്ടോ, മുടി എങ്ങനെ വെട്ടി തരുന്നെന്ന് നോക്കിയോ. നല്ല രീതിയിൽ മുടിയൊക്കെ വെട്ടി തന്നിട്ടുണ്ട്. പക്ഷേ എന്തോ മുടി വെട്ടി തന്നാലും നമ്മൾ കറക്റ്റ് കൊടുക്കാനുള്ള പൈസ കൊടുക്കത്തുള്ളൂ. അതിൽ കൂടുതലൊന്നും കൊടുക്കത്തൊന്നുമില്ല. സാധാ രീതിയിൽ എത്ര കൊടുക്കണം അതാണ് കൊടുത്തേക്കുന്നത്. മറ്റേ പുള്ളി അവിടെ ഇരുന്ന് ഇങ്ങനെ, പഞ്ചായത്ത് പുള്ളി അവിടെ ഇരുന്ന് ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കിട്ടുന്നില്ല പുള്ളിക്ക്. അവസാനം ഇത് വീഡിയോ തീർന്നിട്ടും കിട്ടിയിട്ടില്ല. പിന്നെ കൂടെ ഇന്ന് ആരാണ്ടൊക്കെ ഒരാൾക്ക് കിട്ടി. അപ്പോഴെൻ്റെ അടുത്ത് ചോദിച്ചു, വീഡിയോ വരുമല്ലോ അല്ലേ? ഞാൻ വരുമെന്ന് പറഞ്ഞു, വീഡിയോ ഒക്കെ വരുമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ വീഡിയോ എടുത്തിട്ടിപ്പം രണ്ടാഴ്ചയായി കൂടുതലായി വീഡിയോ എടുത്തിട്ട്. പിന്നെ എനിക്ക് അതിന് സമയം കിട്ടിയില്ലായിരുന്നു ഇതിലോട്ട് ഇടാനായിട്ടുള്ള. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇരുന്നത്. അപ്പോൾ ഇന്നാണൊന്ന് സമയം കിട്ടിയത് തന്നെ വീഡിയോ ഇടണം. എൻ്റെ പുള്ളി വീണ്ടും വരുന്നുണ്ട്. എൻ്റെ പുള്ളിയുടെ ടാറ്റു കൊണ്ട് കാണിക്കാനാണ്. ടാറ്റുവിൽ പേരെന്തുവാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്തോ ഒരു പേര് എഴുതിയായിരുന്നു, അത് ഞാൻ മറന്നുപോയി. ആ ടാറ്റു വീണ്ടും കാണിച്ച് പുള്ളിയുടെ കയ്യിൽ കണ്ട ടാറ്റു അടിച്ച് വെച്ചേക്കുന്നത് എന്തെന്ന് വായിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നമ്മളെ കൈ കിടക്കുന്ന അതേ കണക്കത്തെ വള കണ്ട പുള്ളിയുടെ കയ്യിൽ. ഇവരെ ഒരു അടയാളം എന്ന് വെച്ചാൽ ഇതേ കണക്ക് നമ്മളെ കൈ കിടക്കുന്ന വളയില്ലേ, അതേ കണക്കത്തെ വളയാണ് ഇവരെ കയ്യിൽ ഇവിടെ അടയാളം. കണ്ടോ, പുള്ളിയുടെ കയ്യിലൊരു ടാറ്റു ഉണ്ട്. ആ ടാറ്റു ആണ് പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കിളി പോയതാണോ പുള്ളി കിളി പോയതാണെന്ന് അറിയത്തില്ല. എന്തായാലും പുള്ളി ഒരു പരിചയമില്ലായിരുന്നു, ചെന്നുടനെ നല്ല കമ്പനിയായി കേട്ടോ. അതൊക്കെയാണ് ഓരോ മനുഷ്യരില്ലേ. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് നേരത്തെ ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് നമ്മൾ സഹകരിച്ചാൽ മതി. ചില ആൾക്കാർ നമ്മളായിട്ട് ഭയങ്കരമായിട്ടും കമ്പനിയാകും. അങ്ങനെ എവിടെ എല്ലാം പോകുമ്പോൾ എന്തെല്ലാം കൂട്ടുകാരന്മാരെ കിട്ടുമെന്ന് അറിയാമോ. പക്ഷെ പിന്നെ കാണത്തില്ല. പിന്നെ ഇനി എപ്പോഴേലും നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കായിരിക്കും ഈ പുള്ളിയെ കാണുമ്പോഴത്തേക്ക് പുള്ളി കൈയൊക്കെ തരും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഇവിടെ. നമ്മൾ പെട്ടെന്ന് ഒരാൾക്കാരെ പരിചയപ്പെടും, പെട്ടെന്ന് തന്നെ അവരെ കാര്യം നോക്കി പോകും, വേറെ പോകും. അങ്ങനെ അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്ക് പരിചയപ്പെട്ടാണ് ആ പുള്ളിയെ. പിന്നെ ഈ മുടി വെട്ടുന്ന യുപിക്കാരനെ നമുക്ക് ഇപ്പം 2ാമത്തെ വട്ടമാണ് ഞാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് അവന് പരിചയമുണ്ട്. പിന്നെ ഇവിടെ കേരളത്തിലെ വേറെ ആരും അവിടെ മലയാളികളാരും ഇല്ല. മലയാളികൾ ഉണ്ടായിരിക്കും, പക്ഷേ മുടിവെട്ടാരും വന്നിട്ടില്ലായിരിക്കും. പക്ഷേ ഞാൻ വന്നപ്പം തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, മലബാറിയാണോന്ന് ചോദിച്ചാൽ ആണെന്ന് പറഞ്ഞു. പക്ഷെ അവനറിയാം. ചിലപ്പോൾ അവൻ മുമ്പ് മറ്റേ പെരുമ്പാവൂരോ കൊച്ചിയിലോ എവിടെയാണ്ട്, അല്ലേ കോഴിക്കോട് എവിടെയാണ്ട് ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവന് കുറച്ച് മലയാളം അറിയാം. എനിക്ക് മുടി വെട്ടുന്നവന്. മുടിയെ കണ്ട നല്ല അടിപൊളിയായിട്ടൊക്കെ വെട്ടി തന്നിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് 2 വരയും കുറിയൊക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് അവ ഇട്ട് തരും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ താടി എടുക്കണമെന്ന് വെച്ച് വേണ്ട, താടി ഒന്നും എടുക്കണ്ട, താടി അങ്ങനെ ഇരിക്കട്ട്, അടുത്ത വട്ടം താടി ഒന്ന് ലെവൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും പുള്ളി താടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താ പറയുന്നതെന്ന് ഇപ്പോൾ ഓർക്കാൻ പറ്റുന്നില്ല, അത് മറന്നുപോയാൽ എന്താ പറഞ്ഞതെന്ന്. അങ്ങനെ എന്തായാലും പുള്ളി 5-6 വരയൊക്കെ ഇടണം, എല്ലാം സെറ്റപ്പാക്കി ചെയ്ത് തരുന്നുണ്ട്. ഞാനിങ്ങനെ സാധാരണ വീഡിയോ ഇട്ടിട്ട് വീഡിയോയുടെ ഇതിൽ ഞാനിങ്ങനെ സംസാരിക്കാത്തതാണ്. ആ വീഡിയോയിൽ എന്താ വോയിസ് വരുന്നത് അതങ്ങ് സാധാരണ ഞാനങ്ങ് അപ്ലോഡ് ചെയ്യത്തേ ഉള്ളൂ. പക്ഷേ ഇന്നാണ് ഞാനൊന്ന് മാറ്റി പിടിച്ചത്. നമ്മൾ വെളിയിൽ നിന്നൊന്ന് പറഞ്ഞാൽ എന്താവുമെന്ന് നോക്കാമല്ലേ. എന്തായാലും പുള്ളി നല്ല മുടിയൊക്കെ വെട്ടി സെറ്റപ്പാക്കി തരുന്നുണ്ട്. എന്തായാലും നോക്കാം, അവസാനം വരെ നോക്കാം ഇവിടം വരെ എത്തുമെന്ന്. മറ്റേ പുള്ളി പോയിട്ടില്ല കേട്ടോ. മറ്റേ പുള്ളി അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവസാനം പോകാൻ നേരത്ത് എല്ലാവരും കൂടി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന കണക്ക്, അല്ല കല്യാണ വീട്ടിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കില്ല, അതേ കണക്കൊക്കെയാണ്. അവസാനം പോകാൻ നേരത്ത് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പിരിഞ്ഞത് തന്നെ. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച് ഇത് വീഡിയോ ഇടുമെന്ന് ചോദിച്ചു. ഞാൻ വെച്ചാൽ ഇന്ന് തന്നെ വീഡിയോ ഇടുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ 2 ആഴ്ചയായി വീഡിയോ ഇട്ടിട്ടില്ല. ഇനി വീഡിയോ ഇടണം. ഈ സമയമെടുത്ത് നല്ല വൃത്തിയായിട്ടാണ് ചെയ്തു തരുന്നത് കേട്ടോ. അതിൽ അവരെയൊക്കെ സമ്മതിച്ച് കൊടുക്കണം അല്ലേ. ചില ആൾക്കാർ ഇത് കണക്കാണ്, മുടി വെട്ടുമ്പോഴത്തേക്ക് നമുക്ക് സമയം എടുത്ത് നമുക്ക് നല്ല വൃത്തിക്കായിരിക്കും അവർ ചെയ്തു തരുന്നത്.
ചില ആൾക്കാരുണ്ട് പെട്ടെന്ന് വന്ന് അവർക്ക് എന്തെങ്കിലും അടുത്ത ആൾക്ക് വെട്ടി കൊടുക്കാൻ വേണ്ടി, ആളിനെ തേക്കാൻ വേണ്ടി പെട്ടെന്ന് വെട്ടിയും വിടും, എങ്ങനെയെങ്കിലും വെട്ടിയും വിടും. പക്ഷേ ഈ പുള്ളി നല്ല സമയമെടുത്ത് മുഖത്തോട്ട് നോക്കുന്നുമില്ല, കൈയിട്ട് വരയ്ക്കുന്നേ ഉള്ളൂ. എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ പുള്ളി കറക്റ്റായിട്ട് മുടി, ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ. ചില മുടി വെട്ടാൻ ചിലയിടത്ത് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് മനസ്സുകൊണ്ട് നമ്മൾ വിചാരിക്കുക ഇന്നണക്കൊക്കെ വെട്ടി, ഇപ്പം നമ്മളൊരു ലുക്കും നമുക്ക് മറ്റേ സിനിമ കണക്ക് ആവണമെന്നും പറഞ്ഞൊക്കെ ആയിരിക്കും ചെല്ലുന്നത്, ഇല്ലേ? അങ്ങനെയൊക്കെ ആയിരിക്കും ഓരോരുത്തർ മുടി വെട്ടാൻ ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ വെട്ടി കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം അതേ കണക്കല്ല, വേറെ ആരേനെ കണക്കായിപ്പോവും. അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ വിചാരിച്ച കണക്ക് തന്നെ നമുക്ക് വെട്ടിത്തന്നു. അതാണ്. മുമ്പ് ഞാൻ മുടി വെട്ടാനായിട്ട് പോയ സമയത്ത് മറ്റേ ചിമ്പു ഒരു താടി ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അതേ കണക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ പോയതാണ്. ഈ മുഖം വെച്ചിട്ട് ചിമ്പുവിൻ്റെ സ്റ്റൈലിൽ ഞാൻ സെറ്റ് ചെയ്യാൻ പോയതാണ്. അവസാനം അവ ബംഗാളിയായിരുന്നു. അവ സെറ്റ് ചെയ്ത് തന്നപ്പോഴത്തേക്ക് ചിമ്പുവിൻ്റെ കണക്കാണോ ആരെ കണക്കാണോന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ വീട്ടിൽ വന്ന ഉടൻ തന്നെ താടി അങ്ങ് ഷേവ് ചെയ്ത് കളഞ്ഞു. അത് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു നാണക്കേടാണ്. അതേ കണക്കൊക്കെയാണ് ഓരോ കാര്യങ്ങൾ. ഇപ്പം ഞാൻ പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈലിലല്ലാതെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന ഉടൻ തന്നെ ട്രിം എടുത്തിട്ട് മൊത്തം അതങ്ങ് പഠിച്ച് കളയും. അതാണ് നമ്മളൊരു രീതി. പിന്നെ എന്തായാലും പുള്ളി നല്ല വൃത്തിയായിട്ടൊക്കെ നമ്മൾ വിചാരിച്ച കണക്കൊക്കെ എല്ലാം സെറ്റാക്കി തന്നെ. പുള്ളിയെ ബൂസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് അത്രത്തോളം അത് ഒരു ഇതായതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറെ എന്തൊക്കെയുണ്ട്? ഇരിക്കുവാണ്, വേറെ ഒന്നുമില്ല. ഇങ്ങനെ ഇരിക്കുവാണ് മുടി വെട്ടാനായിട്ട്. കണ്ടോ, ഇഷ്ടപ്പെട്ടോന്നൊക്കെ ചോദിച്ചു. ഇഷ്ടപ്പെട്ടു, സംഭവം കൊള്ളാം. പ്രതീക്ഷിച്ച കണക്ക് തന്നെ എല്ലാം സെറ്റാക്കി തന്നു. പിന്നെ 2-3 ലൈനൊക്കെ ഇടാൻ പറഞ്ഞു, അത് പുള്ളി കറക്റ്റായിട്ട് തന്നെ സെറ്റാക്കി തരും. ഇവരടുത്ത് മാത്രം അനങ്ങാതിരുന്നോണം, അല്ലെന്നുണ്ടെങ്കിൽ പറയുന്ന രീതിയിലല്ല വേറെ ഏതെങ്കിലും രീതിയിലാക്കി തരുകയും ചെയ്യും, കത്തി കഴുത്തിൽ കയറുകയും ചെയ്യും. ബ്ലേഡൊക്കെ വെച്ചല്ലേ കളിക്കുന്നത്. സംഭവം ഒക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ താടി ഒന്ന് സെറ്റ് ചെയ്ത് തരും, വേണ്ടാന്ന് പറഞ്ഞതാണ്, എന്നാലും അതൊന്ന് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് നമ്മളേതായിട്ടുള്ള രീതിയിലൊന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കറക്റ്റായിട്ട് മീശയൊന്ന് കട്ട് ചെയ്ത് താടി ഒന്ന് ലെവൽ ചെയ്ത് തരാൻ പറഞ്ഞു. ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അടുത്ത വട്ടം എനിക്ക് ഇച്ചിരി കൂടി താടി വളർത്താനുള്ളതാണ്. താടി വളർത്താനുള്ള ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് സെറ്റാക്കി തന്നായിരുന്നു പറഞ്ഞു. അങ്ങനെ പുള്ളി ചെറിയ രീതിയിലൊക്കെ ഒന്ന് സെറ്റപ്പാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം താടിയൊക്കെ ചെറുതായിട്ട് വളർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇനിയിപ്പം പോകണം, അവിടെ വെട്ടാൻ പോകണം. അതിനു മുമ്പ് വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്താലേ മനസ്സിലാവത്തുള്ളൂ. അല്ലേ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവന്മാർ അന്നത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തില്ലെന്ന് ചോദിക്കത്തില്ലേ. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇന്ന് മെനക്കെട്ടിരുന്ന ഈ വീഡിയോ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സമയമുണ്ട്. ഇന്ന് ഇപ്പം രാവിലെ ഒരു ഓട്ടം കഴിഞ്ഞതേ ഉള്ളൂ. ഒരു ഓട്ടം കഴിഞ്ഞതിന് ശേഷം വന്ന് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇങ്ങനെ വീഡിയോകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് പഴയ വീഡിയോ 2-3 കിടക്കുന്നത് കണ്ടത്. അങ്ങനെ വിചാരിച്ച് ആ 3 വീഡിയോ എടുത്ത് ഇതിലിടാമെന്ന് വിചാരിച്ച്. അതിൻ്റെ ഇടയിൽ എന്തോ ചോദിച്ച്, ഡ്രൈവർ എന്താണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്തുവാന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു വളയത്തെ സ്നേഹിച്ചാണെന്ന് പറഞ്ഞു. അതെന്താണ് വളയത്തെ സ്നേഹിച്ചതെന്ന് അവൻ ചോദിച്ചപ്പോഴത്തേക്കാണ് ഞാൻ മറുപടി പറഞ്ഞത്, നമ്മളെ സ്റ്റിയറിങ്ങിനെ സ്നേഹിക്കുന്നത്, വണ്ടിയുടെ വളയില്ലേ അതിനെ സ്നേഹിക്കുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 20% ഹിന്ദിയും വരും, ബാക്കി 80% നമ്മൾ ആംഗ്യവുമാണ്, ഭാഷയും ആംഗ്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ മൊത്തം ഹിന്ദി വന്നു കഴിഞ്ഞാൽ അവന്മാർക്ക് മനസ്സിലാകത്തില്ലേ. ഇത് നമുക്കറിയണ്ടേ, നമുക്കറിയാവുന്ന ഹിന്ദിയിൽ നമ്മൾ തട്ടി വിട്ടിട്ട് ബാക്കിയെല്ലാം ആക്ഷനിൽ നമ്മൾ പറഞ്ഞ്. അതാണ് നമ്മൾ ഏത് ഭാഷയായാലും അങ്ങനെ ഉള്ളില്ലേ. ഫുള്ള് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെപ്പോലുള്ളവർക്ക് വലിയ പാടാണ് കേട്ടോ ഫുള്ള് ഭാഷ പഠിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ബാക്കി ആംഗ്യവും ബാക്കി ഭാഷയായിട്ടങ്ങ് പോകും. എന്തായാലും ആ പുള്ളിക്ക് മനസ്സിലായി, അത് തന്നെ ഏറ്റവും വലിയ കാര്യം. എന്തായാലും താടിയൊക്കെ ഒന്ന് ലെവലാക്കിയിട്ടുണ്ട്.
രണ്ട് മൂന്ന് ലൈനും കൂടി വെട്ടാൻ പറഞ്ഞു, അതും വെട്ടോ. കഴുത്തൊക്കെ പിടിച്ച് തിരിക്കുന്നുണ്ട്, കൊല്ലുവോ? എന്തായാലും നല്ല തന്നെ വെട്ടിയൊക്കെ തന്നേക്കുന്നത്. സമയമെടുത്ത് ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം ഇതാണ്, നല്ല വൃത്തിയായിട്ട് ചെയ്ത് തരും. ഈ മുഖമൊക്കെ കൊണ്ടിട്ട് അവിടെ പൃഥ്വിരാജിൻ്റെ കണക്കൊക്കെ ആക്കി തരണമെന്ന് ഫോട്ടോയും കാണിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറുമാരൊക്കെ വെച്ച് അടിച്ചു തരൂല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. എങ്ങനെ വെട്ടിയാലും നമ്മളെ മുഖം തന്നെ, അത് വെച്ച് അങ്ങനെ പോകും. പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാനിങ്ങനെ ചിരിച്ചാൻ കൊടുക്കുവാണ്, എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. എന്തോ പുള്ളിയുടെ മൊബൈലിൽ ഇതൊക്കെ വന്നിട്ടില്ല, അതാണ് സംഭവം. പുള്ളി അവിടെ ഇന്ന് കുറേ നേരം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പുള്ളിയുടെ മൊബൈലിൽ ഇതൊക്കെ വന്നിട്ടില്ല. നമ്മളെ ചാനലിൻ്റെ ആണോ ഇനി പുള്ളിയുടെ മൊബൈലിൻ്റെ ആണോ എന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. എന്തായാലും ഫോളോ ചെയ്തിട്ടിരുന്നു കഴിഞ്ഞാൽ ഇത് കണക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോകളൊക്കെ നമ്മൾ എടുത്തിടുന്നുണ്ട്. വീഡിയോ വലിയ സെറ്റപ്പ് ഇല്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ എടുക്കുന്നുണ്ട്. ഒരു 6 വർഷമായി ഈ മൊബൈൽ വാങ്ങിച്ചിട്ട്. ആ മൊബൈൽ വെച്ച് തന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ ഓരോ വീഡിയോകളും ഫോട്ടോകളും എല്ലാം എടുത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ മേപ്പോട്ട് കയറണമെന്നൊന്നുമില്ല, ഉള്ള കണക്ക് അങ്ങ് പോയാൽ മതി. ഇതിപ്പം ഞാൻ ഈ റീൽസും കാര്യങ്ങളും ഇടുന്നതുകൊണ്ട് അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സബ്സ്ക്രൈബർ നമുക്ക് വരുന്നുണ്ട്. പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം നമുക്ക് ഇത് കണക്കൊക്കെ തന്നെ അത്യാവശ്യം റീൽസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ നമ്മളൊരു സമയം പോക്കിന് വേണ്ടി ചെയ്യുന്നതാണ് ഇതെല്ലാം. അല്ലാതെ ഈ കാശ് സമ്പാദിക്കണം അങ്ങനെയൊന്നും ഇതല്ല, ഒരു ജസ്റ്റ് സമയം പോകണം അതിന് വേണ്ടി. ഇപ്പം തന്നെ ഈ ഇത്രയും നേരം ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ എൻ്റെ സമയം ഈ ജോലി കഴിഞ്ഞല്ല, ഇപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇതങ്ങനെ വണ്ടിയിൽ ചുമ്മാ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതെടുത്ത് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ നമ്മൾ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ബോറടിച്ച് ആകെ ഇതാവത്തില്ലേ. അപ്പോൾ അതിനെ കഴിഞ്ഞ് നല്ലത് ഇങ്ങനെ സെറ്റപ്പായിട്ടിരുന്ന് കിട്ടുന്ന സമയത്ത് ഉള്ളത് കൊണ്ട് ഓണം പോലെ അതേ കണക്ക്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും ഞാൻ സംസാരിച്ച് എടുത്ത് ഇടുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു സന്തോഷം, ഇത്രയും ഞാൻ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഇത് കാണുന്നവർക്ക് മനസ്സിലാവുമല്ലേ എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിരുന്നത്. ഇപ്പോൾ എല്ലാവരും കാണണമെന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും. കാണുന്നവർക്ക് കാണാം, കാണാത്തവർക്ക് കാണണ്ട, അത്രയേ ഉള്ളൂ. ഇതിൽ പറയുന്നതൊക്കെ ആരെയും ഇതിൽ പിടിച്ചു വയ്ക്കത്തില്ല, കാണുന്നവർക്ക് കാണുക, ഇല്ലാത്തവർ കാണണ്ട. ഇത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ഓരോ കാര്യങ്ങളെടുത്ത് ഇതിൽ പോസ്റ്റാക്കുന്നതാണ്. അത് ഇതിലെന്നല്ല, ഫേസ്ബുക്കിലായാലും ടിക്ടോക്കിലായാലും യൂട്യൂബിലായാലും ഏതിലായാലും ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി, ഒരാളെങ്കിലും ഒരാൾ കണ്ടാൽ മതി, അതിനു വേണ്ടി എനിക്ക് നടക്കുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ ചുമ്മാ ഒന്ന് പോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇത് കണക്ക് വണ്ടിയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ ദിവസങ്ങളിൽ എനിക്ക് എന്താണ് ഇങ്ങനെ നമുക്ക് സംഭവിക്കുന്നത്. ഇപ്പം തന്നെ ഇവിടെ ചുമ്മാതിരിക്കുകയാണ്, അപ്പോഴത്തേക്ക് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സമയം പോക്കിന് വേണ്ടി മാത്രം ഞാനെടുത്ത് ചെയ്യുന്നതാണ്. അല്ലാതെ ഇത് ഒരു തൊഴിലായിട്ട് എടുക്കുന്നതല്ല. എൻ്റെ ഒരു സമയം പോകണം, ബോറടിക്കാതെ ഓരോ ദിവസങ്ങൾ പോകണം, അതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ ഓരോ വീഡിയോകളും എടുത്ത് പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇതൊന്നല്ല, മുമ്പും എടുത്തിട്ടുള്ള വീഡിയോകളെല്ലാം അതേ കണക്കാണ്. നമ്മളെ സമയം പോകണം, അത്രയേ ഉള്ളൂ. അല്ല ഇതിനെങ്ങും വലിയ കാര്യങ്ങളൊന്നുമില്ല. ഉള്ള മൊബൈൽ കൊണ്ട് വീഡിയോ എടുക്കുക. ചില വീഡിയോകൾക്ക് വെച്ചാൽ ആ സൗണ്ട് തന്നെ ഞാൻ എടുത്തിടും. പിന്നെ ഇന്ന് ആദ്യമായിട്ടാണ് ഞാനൊരു എൻ്റെ വോയിസിൽ ഇങ്ങനെ മാറ്റി ഇതാക്കി വിട്ടത്. അത് ചുമ്മാ ഒരു സമയം പോക്കിന് വേണ്ടി മാത്രമായിട്ട്. അങ്ങനെ പുള്ളി എല്ലാം ലെവലൊക്കെ ചെയ്ത് എൻ്റെ കത്തി വെച്ച് ഇങ്ങനെ സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും ശരിയെന്ന്. ഇനിയിപ്പം വീഡിയോ തീരാറായെന്ന് തോന്നുന്നു. ഇപ്പോൾ എൻ്റെ സൗണ്ട് ഇനിയിപ്പോൾ അടുത്ത വീഡിയോ എപ്പം വരുന്നതെന്ന് വെച്ചാൽ അതിൽ ഞാൻ നോക്കാം. പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഓരോ വീഡിയോകൾ എടുത്തിട്ട് അവന് കിട്ടിയേട്ടാ, ഇവന് എൻ്റെ ഇത് കിട്ടിയെന്ന് തോന്നുന്നു, വളയത്തെ സ്നേഹിച്ചനെന്നുള്ള ചാനൽ കിട്ടിയെന്ന് തോന്നുന്നു. മറ്റുള്ളവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. 2-3 പേര് വന്നു, അതിൽ 2 പേർക്കാണ്ട് കിട്ടി, ഒരാൾക്ക് കിട്ടിയിട്ടില്ല. ആ പാവപ്പെട്ട പഞ്ചാബി ചേട്ടനാണ് കിട്ടാത്തത്. മറ്റേ ഇപ്പോൾ ഫോൺ കൊണ്ട് വന്നതും പഞ്ചാബിയാണ് കേട്ടോ. അപ്പോൾ ആ പുള്ളിക്കും കിട്ടിയിട്ടില്ല. എന്തായാലും പുള്ളി ഇതിൽ വരും എന്നുള്ള രീതിയിലാണ് പുള്ളി ബാക്കിയുള്ളവർ ഇതാക്കി ഇട്ടേക്കുന്നത്. എന്തായാലും നോക്കാം.
ഞാൻ മുടി വെട്ടുന്നത് താടി എടുക്കുന്നതെന്ന് ഞാൻ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് എന്ന് വെച്ചാൽ മൊബൈലിൽ ആ സബ്സ്ക്രൈബർ എന്നാക്കണമെന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് താടി എല്ലാം ലെവലാക്കി എല്ലാം സെറ്റാക്കി തന്നേക്കുന്ന കാര്യം. അതുകൊണ്ട് പുള്ളി എണീച്ച് വന്നേക്കാണ്. ഉണ്ട് പുള്ളിയുടെ 1 2 3 പേരിൽ 2 പേരെ ഇതാക്കിയിട്ടുണ്ട്. പുള്ളിയുടേത് മാത്രം ആക്കിയിട്ടില്ല. പുള്ളിക്ക് ശോകം കേട്ടോ, പുള്ളിക്ക് കിട്ടിയിട്ടില്ല. ഉണ്ടോ 3 പേരെ ആക്കിയിട്ടുണ്ട്, ബാക്കി ആരെ ആക്കിയിട്ടില്ല. എന്തായാലും അടുത്ത വട്ടമെങ്കിലും പുള്ളിയെ ഇനി അവിടെ വെച്ച് കാണാൻ പറ്റുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം മുടി വെട്ടാൻ പോകുമ്പോഴത്തേക്ക് ചിലപ്പോഴും പുള്ളി അവിടെ കാണുമായിരിക്കും, ഇല്ലെങ്കിൽ അറിയാൻ പറ്റത്തില്ല ഇനി എന്തുവാന്ന്. നോക്കാം, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നോക്കാം ഇനി പുള്ളി അവിടെ ഉണ്ടോയെന്ന്. പുള്ളി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി വീഡിയോ ഇടുമ്പോഴത്തേക്ക് വീഡിയോ മറ്റുള്ളവരുടെ ഫോണിൽ നിന്ന് മിക്കവാറും പുള്ളി കാണുമ്പോഴത്തേക്ക് പുള്ളി എന്തായാലും പറയും എൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഏകദേശം തീരാൻ പോകുന്നു. പറഞ്ഞ കണക്ക് പുള്ളി മുടിയൊക്കെ വെട്ടി എല്ലാം സെറ്റപ്പൊക്കെ ആക്കി അടിപൊളിയായിരുന്നു. കണ്ടോ, ഇതൊക്കെയാണ് പുള്ളി. അവരെല്ലാവരും ഉണ്ടായിരുന്നു. അതിൽ 2 പേര് മുടി വെട്ടുന്നവരോ, മറ്റേ ആൾ അവിടെ മുടി വെട്ടാൻ വന്ന മുടി വെട്ടൽ താടി ലെവലാക്കാൻ വന്ന കക്ഷിയാണ്. അപ്പം എല്ലാവരും നല്ല സെറ്റപ്പൊക്കെ ഇട്ട് നിന്ന് കുറച്ച് നേരം കാണുന്ന സൗഹൃദങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ. കണ്ട, വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. പുള്ളിയുടെ വയറും പിടിച്ചിട്ട്